SIT അതിവേഗം കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. ഷഫീദ് റാവുത്തർ നമ്മളോടൊപ്പമുണ്ട്. ഷഫീദ്, 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുരാരി ബാബുവിന് ജാമ്യം കിട്ടിയത്. മാത്രമല്ല, ഒരു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചതും ഇനി ഈ കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഫെബ്രുവരി ആദ്യവാരമാകുമ്പോഴേക്കും 90 ദിവസം കഴിയും. അവിടെയും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ അതിൽ കൂടി ജാമ്യം കിട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പുറത്തേക്ക് വരാൻ കഴിയും. എന്തുകൊണ്ടാണ് SIT ഈ എടുത്ത കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഇത്ര വൈകുന്നത്? ഇപ്പോൾ നീക്കം തിടുക്കത്തിലാക്കിയിട്ടുണ്ടെന്ന വിവരങ്ങൾ വരുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വേഗത്തിൽ കുറ്റപത്രം നൽകാനാണ് പ്രത്യേക സംഘത്തിന്റെ നീക്കം. അന്വേഷണം തുടങ്ങി 3 മാസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തതോടെ പ്രതികൾക്ക് ജാമ്യം കിട്ടിത്തുടങ്ങിയിരുന്നു. ഇന്നലെ മുരാരി ബാബു 2 കേസുകളിലും ജാമ്യം ലഭിച്ചു ജയിൽമോചിതനായി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഒരു കേസിൽ ജാമ്യം ലഭിച്ചു. മറ്റുള്ളവരും ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഇതോടെയാണ് അടുത്ത മാസം 15-ാം തീയതിക്കകം കുറ്റപത്രം നൽകാനുള്ള SIT ആലോചന. ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണ്ണമോഷണ കേസിലാവും ആദ്യം കുറ്റപത്രം നൽകുക. ഇതുവരെയുള്ള കണ്ടെത്തലുകൾ ചേർത്ത് ആദ്യഘട്ട കുറ്റപത്രം നൽകാനാണ് ആലോചിക്കുന്നത്. ഇതിന് മുന്നോടിയായി ശാസ്ത്രീയ പരിശോധനാ ഫലത്തെക്കുറിച്ച് BSSയിലെ ഉദ്യോഗസ്ഥരുമായി ഉടൻ ചർച്ച നടത്തും. ഇതുവഴി നഷ്ടമായ സ്വർണത്തിന്റെ അളവിൽ വ്യക്തത വരുത്താനാകുമെന്നാണ് SIT കരുതുന്നത്. അതിനുശേഷം 9-ാം തീയതിയാണ് ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകുക. ആ റിപ്പോർട്ടിൽ കുറ്റപത്രം നൽകാനുള്ള താല്പര്യം SIT അറിയിക്കും. കോടതി അനുവദിച്ചാൽ ആദ്യഘട്ട കുറ്റപത്രം ഫെബ്രുവരി 15 മുൻപ് നൽകും. ഏതായാലും കുറ്റപത്രം നൽകിയാലും ഗൂഢാലോചന കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയും ചെയ്യും. ഷഫീദ് റാവുത്തർ, വിപിൻ സി വിജയൻ എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.